പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയുണ്ട്. ഇതുപോലുള്ള മരണങ്ങൾ കാണുമ്പോൾ നമ്മുടെ മക്കളുടെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ബൈക്ക് അപകടത്തിൽ ഷഹബാസ് എന്ന ഒരു 16 വയസ്സുകാരൻ്റെ മരണ വാർത്തയുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ മക്കളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. മക്കളുടെ ഇതുപോലുള്ള മരണങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന അതൊന്ന് വേറെ തന്നെയാണ്. ഞങ്ങൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. എറവറാംകുന്ന് സ്വദേശി തെക്കത്ത് വളപ്പിൽ ഷിഹാബിൻ്റെ മകൻ, വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ഷഹബാസ് എന്ന പൊന്നുമോനാണ് മരണപ്പെട്ടിരിക്കുന്നത്. സംഭവം ഇങ്ങനെയായിരുന്നു. സംസ്ഥാന പാതയിൽ പാവിട്ടപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. എറവറാംകുന്ന് സ്വദേശി തെക്കത്ത് വളപ്പിൽ ഷിഹാബിൻ്റെ മകൻ 16 വയസ്സുള്ള ഷഹബാസാണ് മരിച്ചത്. റഹീം അലി, ഷബാന എന്നിവരാണ് മരിച്ച ഷഹബാസിൻ്റെ സഹോദരങ്ങൾ. പാവിട്ടപ്പുറം സ്വദേശി കുളങ്ങര വീട്ടിൽ 16 വയസ്സുള്ള റിഹാനാണ് പരിക്കേറ്റത്. പടച്ചറബ്ബ് ആ മകന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ. കുറ്റിപ്പുറം തൃശ്ശൂർ സംസ്ഥാന പാതയിൽ പാവിട്ടപ്പുറം മാങ്കുളത്ത് വ്യാഴാഴ്ച വൈകിട്ട് 6:30 ഈ സംഭവം നടന്നത്. ഈ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് മറിയുകയായിരുന്നു എന്നാണ് നിഗമനം. പരിക്കേറ്റ നിലയിൽ റോഡിൽ കിടന്ന ഇരുവരെയും ഓടിക്കൂടിയവർ ചങ്ങരംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷഹബാസ് മരണപ്പെട്ടിരുന്നു. പരിക്കേറ്റ റിയാൻ ചങ്ങരംകുളത്ത് സൺറൈസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സൺറൈസ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഷഹബാസിൻ്റെ മൃതദേഹം വെള്ളിയാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അപകടത്തിൽപ്പെട്ട ഇരുവരും കോക്കൂർ ടെക്നിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകാൻ എല്ലാവരും ദുആ ചെയ്യണം. മരണപ്പെട്ടവരാണ്, ആരും മുഷിപ്പ് തോന്നരുത്. ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ പടച്ചറബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ചെറിയ മോനാണ് റബ്ബേ. ആ മോൻ്റെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. അർഷിൻ്റെ തണൽ നീ നൽകണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. ആ കുഞ്ഞിൻ്റെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. ഞങ്ങളുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. ആരോഗ്യമുള്ളൊരു ജീവിതം നീ കൊടുക്കണേ റബ്ബേ. അവർക്ക് ബുദ്ധിയും ശക്തിയും കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ ഞങ്ങളുടെ മക്കൾക്കൊക്കെ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് മക്കളാണ് റബ്ബേ ഇതുപോലെ പെട്ടെന്നും പിടുങ്ങനെയും മരണപ്പെട്ടു പോകുന്നത്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം ഒരിക്കലും താങ്ങാൻ പറ്റില്ല റബ്ബേ. അവർ ഈ ജീവിതകാലം മുഴുവൻ അവരുടെ ഖബറിൻ്റെ കരയിലായിരിക്കും റബ്ബേ. അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. അവർക്ക് വേണ്ടിയാണ് റബ്ബേ നമ്മൾ ജീവിക്കുന്നത് റബ്ബേ. നമ്മുടെ മക്കളെ നീ കാക്കണേ റബ്ബേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകല്ലേ റബ്ബേ. പടച്ച റബ്ബേ, ചെറിയ മോനാണ് റബ്ബേ. പരസ്യവും രഹസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഈ മോൻ്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളിയല്ലേ റബ്ബേ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യണം. നമുക്കൊക്കെ മക്കളുള്ളതാണ്. എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് എന്നും ചോദിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹുവിനോട്. 5 നേരവും ആഫിയത്തിന് വേണ്ടി ചോദിക്കുക. ദുആ വസിയത്തോടെ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.